ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 32 മത്സ്യാവതാരം. ശ്ലോകം 6. ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തദാദേ തത്കമ്പകമ്പ്രേഷു ജതേഷു ഭൂയ ത്വമംബുദേരാവിരഭൂർമഹീയാൻ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം. ധരാം ത്വത് ആദേശകരീം അവാപ്താം നൗ രൂപിണീം ആരുരുഹു തഥാ തേ തത്കമ്പ കമ്പ്രേഷു ച തേഷു ഭൂയഃ ത്വം അംബുദേ ആവിരഭൂ മഹീയാൻ. അർത്ഥം: അങ്ങയുടെ നിർദ്ദേശമനുസരിച്ച് ആ സമയം നൗകയായി വന്നെത്തിയ ഭൂമിയിൽ അവരെല്ലാം ആരോഹണം ചെയ്തു. നൗകയുടെ ചലനത്താൽ അവരെല്ലാം വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ വലിയ ശരീരത്തോടെ അങ്ങ് സമുദ്രത്തിൽ നിന്നും പ്രത്യക്ഷനായി. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം 7. ചഷാകൃതിം യോജനലക്ഷദീർഘാം ദദാനമുച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യതുഷ്ടാ മുനയസ്ത്വദുക്ത്യാ ത്വത്തുംഗശൃംഗേ ധരണീം ബബന്ധുഃ. പദം. ചഷ ആകൃതിയും യോജനലക്ഷദീർഘാം ദദാനം ഉച്ഛൈതര തേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടഃ മുനയ ത്വത് ഉക്ത്യാ ത്വത്തുംഗശൃംഗേ തരണീം ബബന്ധുഃ. അർത്ഥം: 1,00,000 യോജന നീളമുള്ളതും വളരെ കാന്തിയോടുകൂടിയുള്ളതുമായ അങ്ങയുടെ മത്സ്യശരീരം കണ്ട് സന്തുഷ്ടരായ ആ മഹർഷിമാരും സത്യവ്രതനും അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് മത്സ്യത്തിൻ്റെ ഉയർന്ന കൊമ്പിൽ തോണിയെ ബന്ധിച്ചു നിർത്തി. ശ്ലോകം 8. ആകൃഷ്ടനവുകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനംബരഞ്ചോപദിശന്നചാരി. പദം. ആകൃഷ്ടനൗകഃ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിഭാഗാൻ സംസ്തൂയമാനഃ നൃവരേണ തേന ജ്ഞാനം പരം ച ഉപദിശൻ അചാരീഹി. അർത്ഥം: അങ്ങ് ആ തോണി വലിച്ച് മുനിമാർക്ക് വിശ്വങ്ങളുടെ വിവിധ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് സഞ്ചരിക്കുകയും രാജാവിനാൽ സ്തുതിക്കപ്പെട്ട് ഉത്കൃഷ്ട ജ്ഞാനം ഉപദേശിക്കുകയും ചെയ്തു. ശ്ലോകം 9. കൽപ്പാവതൗ സപ്തമുനീർ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വദാഖ്യം മനുവാദധാനഃ ക്രോധാത് ഹയഗ്രീവമഭിദ്രുതോഭൂഃ. പദം. കൽപ്പ അവതൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിപം തം വൈവസ്വദാഖ്യം മനും ആദധാനഃ ക്രോധാത് ഹയഗ്രീവം അഭിദ്രുത അഭൂഹു. അർത്ഥം: പ്രളയ അവസാനത്തിൽ അങ്ങ് സപ്തർഷിമാരെ പഴയപടി എത്തിക്കുകയും സത്യവ്രത രാജാവിനെ വൈവസ്വത മനുവാക്കി അഭിഷേകം ചെയ്യുകയും ചെയ്തിട്ട് ക്രോധത്തോടുകൂടി വേദങ്ങൾ മോഷ്ടിച്ച ഹയഗ്രീവനെ എതിർത്തു. ശ്ലോകം 10. സ്വത്തുംഗശൃംഗക്ഷതവക്ഷസന്ധം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രഭഞ്ജനാകാരപദേ പ്രപായഃ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാനഃ പ്രഭഞ്ജന ആകാരപദേ പ്രപായഃ. അർത്ഥം: അങ്ങ് ഉയർന്ന കൊമ്പുകൊണ്ട് മാറിടം പിളർന്ന ഹയഗ്രീവനെ നിഗ്രഹിക്കുകയും
വേദങ്ങൾ വീണ്ടെടുത്ത് സന്തുഷ്ടനെ ബ്രഹ്മാവിന് തന്നെ ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ഹേ ഗുരുവായൂരപ്പ, എന്നെയും രക്ഷിക്കണമേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.